നമസ്കാരം. CPI LDFിൽ നിന്നും പുറത്തേക്ക്. പദവി തർക്കത്തിൽ LDFിൽ തമ്മിലടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം LDFിനുള്ളിൽ പരസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീളുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നിലപാടിനെതിരെ CPI മുഖപത്രമായിട്ടുള്ള ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി എഴുതിയ ലേഖനമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. സത്യൻ മൊകേരി ഒരല്പം കഠിനമായി തന്നെ അതങ്ങ് എഴുതി. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികത ഇല്ലായ്മയുമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന് എഴുതി തുടങ്ങുകയാണ് സത്യൻ മൊകേരി. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ പൊതുലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന സംവിധാനമാണ് മുന്നണി. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചത് അല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ എഴുത്ത് തുടർന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDFിൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. CPIയുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെയെല്ലാം മറികടന്ന് മറ്റൊരു പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിൻ്റെ പേര് കൊടുക്കും എന്നൊക്കെയായിരുന്നു പിണറായിയുടെ പത്രസമ്മേളനത്തിലെ വാക്കുകൾ. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട മര്യാദയും ധാർമ്മികതയും പിണറായി വിജയൻ്റെ പ്രസ്താവനയിൽ ഉണ്ടായില്ല എന്നതാണ് ലേഖനത്തിലെ പ്രധാന വിമർശനം. അപ്പോൾ ഇതിന് പിന്നാലെ CPIക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള V. ശിവൻകുട്ടി രംഗത്തെത്തി. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം CPI രാഷ്ട്രീയ മര്യാദ ലംഘിക്കുകയാണ് എന്ന് ശിവൻകുട്ടി വച്ചുകാച്ചി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ശിവൻകുട്ടി തിരിച്ചടിച്ചു. ഇതോടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു പദവി തർക്കം മാത്രമല്ല, LDFിൽ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെ, മുന്നണിയിലെ വലിയ പാർട്ടിയും ചെറിയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം, കൂട്ടായ നേതൃത്വത്തിൻ്റെ പരിധി എന്താണ് എന്നതടക്കമുള്ള അടിസ്ഥാന രാഷ്ട്രീയ ചോദ്യങ്ങളാണ് വരുന്നത്. തർക്കത്തിൻ്റെ തുടക്കം എവിടെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഉന്നയിക്കുന്നത്. മുന്നണിയിലെ കൂട്ടായ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നാണ് CPIയുടെ വിശദീകരണവും. CPIയുടെ നിർദ്ദേശം ഈ പറയുന്ന പോലെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് വലിയ വിവാദമായി തീർന്നത്. താനാണ് എല്ലാം, താൻ പറയുന്ന പോലെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓംബ്രാൻ സ്റ്റൈലിലേക്ക് മുന്നോട്ട് പോയി ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ ഓംബ്രാൻ രീതി തന്നെയാണ് 35 സീറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചത് എന്നുകൂടി ഇപ്പോഴും മനസ്സിലാക്കാതിരിക്കുന്ന ഒരേ ഒരു നേതാവ് പിണറായി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു അധികാരപരിധിയിലുള്ള ചില കാര്യങ്ങൾ സ്വയം തീരുമാനമാക്കി മാറ്റുന്നത് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ ഒരു പാർട്ടി മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന് ഒരിക്കലും ഭൂഷണമല്ല. അപ്പോൾ CPIയും CPMും ഉൾപ്പെടുന്ന മുന്നണി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട രാഷ്ട്രീയ വിഷയത്തിനെ ഒരു സ്വയം പ്രഖ്യാപിത സംവിധാനമാക്കി മാറ്റുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ ഉയർന്നു വന്നാൽ അതിനർത്ഥം ആ ഏകാധിപത്യത്തെ അംഗീകരിച്ചു കൊടുക്കുവാൻ CPI തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഈ ഭാഷ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ. വീണ്ടും താൻ തീരുമാനിക്കും, താനാണെല്ലാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ. ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച സത്യൻ മൊകേരിയുടെ ലേഖനത്തിൻ്റെ കേന്ദ്ര വിമർശനമെന്ന് പറയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ ഒരു പൊതുലക്ഷ്യത്തിനായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് മുന്നണി സംവിധാനമെന്നും ആ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന സമീപനം എടുക്കുന്നത് ഒരു മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് നിങ്ങളോടൊപ്പം സഹകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല, വേണമെങ്കിൽ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുവാനും ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വവും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതിനേക്കാളും ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മുന്നണി സംവിധാനത്തിനുള്ളിൽ ഈ CPI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു വലിയേട്ടൻ മനോഭാവം കാണിക്കുന്ന CPMനോട് കഴിഞ്ഞ 10 വർഷത്തിലധികം പല യോജിപ്പും വിയോജിപ്പുകളും ഉണ്ടായിട്ടും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴും കാലം ഇത്രയുമായിട്ടും ഇന്നും അവരുടെ അടിയാനെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സ്ഥിതിവിശേഷം CPIക്കുണ്ട്. പക്ഷേ അങ്ങനെ ആരുടെയും കാല് പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രവൃത്തി കൂടി CPIയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്താകും CPI എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും
അത്തരം സമീപനം യോജിച്ചതല്ല എന്ന് പറഞ്ഞു വെക്കാൻ മൊഗേരി ശ്രമിക്കുമ്പോൾ മൊഗേരിയുടെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് ഇത്രയേ ഉള്ളൂ. CPM-ൻ്റെ ഈ തൻപോരിമയോട് യോജിച്ചു പോകാൻ തയ്യാറല്ല. ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI നിർദ്ദേശിച്ചത് LDF-ലെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. CPM ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അതിനെ മറികടന്ന് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം, ഒരു പ്രഖ്യാപനം എന്തിനാണ് ഇവിടെ പിണറായി വിജയൻ നടത്തിയത്? അപ്പോൾ അത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്നുള്ളതാണ് ആ ലേഖനത്തിലടക്കം ആരോപിക്കുന്നത്. ആർക്കോ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ലേഖനത്തിലൂടെ പുറത്തു വന്നു എന്ന് മാത്രം. അതായത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ വിഷയം രാഷ്ട്രീയ വിഷയമാണ് എന്നും പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കുവാൻ കഴിയില്ല എന്നും ലേഖനം വ്യക്തമാക്കുകയാണ്. അപ്പോൾ CPIയുടെ വാദമനുസരിച്ചിട്ട് വിഷയം CPM സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ ഉപനേതാവ് LDF യോഗം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാണ് സത്യൻ മൊഗേരി ആ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ തർക്കങ്ങൾ മുന്നണിയുടെ പ്രവർത്തനത്തിന് തടസ്സമാകരുത് എന്ന ധാരണയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ആ നിലപാട് പ്രഖ്യാപനത്തോടുകൂടി CPIയുടെ ആരോപണമുണ്ടായി. ഇത് LDF-നെ ശക്തിപ്പെടുത്താനാണോ ദുർബലപ്പെടുത്താനാണോ എന്ന ചോദ്യമാണ് ലേഖനം ഉയർത്തുന്നത് പോലും. അപ്പോഴാണ് മുൻ മന്ത്രി കൂടിയുള്ള ശിവൻകുട്ടിയുടെ മറുപടി എത്തിയത്. CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചത് എന്നും CPIയുടെ വിമർശനത്തിന് പിന്നാലെ V ശിവൻകുട്ടി നടത്തിയ പ്രതികരണം LDF-ലെ ഭിന്നത കൂടുതൽ പരസ്യമാക്കിയെന്നുള്ളതാണ്. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത പാർട്ടിയാണ് CPI എന്നും CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്നൊക്കെ ശിവൻകുട്ടി വച്ചലക്കി. അപ്പോൾ ജനയുഗത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നിർഭാഗ്യകരമാണ് എന്നും ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണ് എന്നും ശിവൻകുട്ടി വച്ചുകാച്ചി. ഈ പദവി നേരത്തെയും CPM ആണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നും അത് മാറേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നും ശിവൻകുട്ടി വച്ചുകാച്ചി. അതേസമയം മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു പറയുന്ന രീതിയെയും ശിവൻകുട്ടി ചോദ്യം ചെയ്തു. യഥാർത്ഥ തർക്കം പദവിയെ ചൊല്ലി മാത്രമല്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായി തോന്നുമെങ്കിലും CPIയുടെ ലേഖനം ഉയർത്തുന്നത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. വലിയ പാർട്ടിയായിട്ടുള്ള CPM-ന് സ്വാഭാവികമായിട്ടും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് തുല്യമായിട്ടുള്ള രാഷ്ട്രീയ ബഹുമാനം, അത് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് CPI വാദിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് LDF-ൻ്റെ നേതൃത്വം CPM തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാപരവും പ്രായോഗികവുമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് CPM പക്ഷത്തിൻ്റെ വാദം. അപ്പോൾ അതിനാൽ പദവിയുടെ അവകാശത്തിനപ്പുറം മുന്നണിയിലെ അധികാര സന്തുലനമാണ് തർക്കത്തിൽ കാതലായിട്ട് നിൽക്കുന്നതെന്ന് CPM മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ CPM എന്ന് പറയപ്പെടുന്ന ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് വലിയേട്ടൻ മനോഭാവത്തോടു കൂടി പിണറായിയുടെ അഹങ്കാരം, ആ അഹങ്കാരത്തിൽ CPI എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഇങ്ങനെ താറടിച്ചു കാണിക്കേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ ഈ ഒരു പുതിയ ഭരണമെത്തി ഏകദേശം 3 മാസം 100 ദിവസങ്ങൾ കഴിയുമ്പോൾ പോലും ഇവിടെ CPIയുടെ നേതാവിനെ ഉപനേതാവാക്കാൻ തയ്യാറല്ല CPM-ൻ്റെ നേതാവ് തന്നെ ഉപനേതാവാകും എന്നുള്ള അഹങ്കാരത്തിൽ ഈ മുന്നണി സംവിധാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് വലിയ വലിയ തീരുമാനങ്ങളിലേക്ക് പോകേണ്ട ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് CPI LDF-ൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ആലോചനകൾ തുടങ്ങുന്നത്. പദവി തർക്കത്തിലാണ് ഇപ്പോൾ LDF-ൽ ഇത്തരത്തിലുള്ള തമ്മിലടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തമ്മിലടിയിൽ പരുക്ക് പറ്റാൻ പോകുന്നത് CPM-ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CPI ഇപ്പോഴത്തെ നിലപാടിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ പണ്ടും ഈ പറയുന്ന UDF-നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് CPIക്ക് ഇതേപോലെ UDF-ന് ഉള്ളിലേക്ക് പോകാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പോയതുകൊണ്ട് മെച്ചം അവർക്കുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇവർക്ക് കോട്ടമുണ്ടാകാനും പോകുന്നു. ആർക്കാ? CPM. അപ്പോൾ അതുകൊണ്ട് CPM-ഉം CPI തമ്മിലുള്ള ഈ അധികാര തർക്കം എന്ന് പറയപ്പെടുന്നത് ഇവിടെ നിലയ്ക്ക് നിർത്തേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതിരുകൾ ലംഘിച്ച് മുന്നോട്ട് പോകും. അത് ഒരു പാർട്ടിയുടെ തന്നെ നിലനിൽപ്പിനെ, ഒരു മുന്നണിയുടെ തന്നെ കെട്ടുറപ്പിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.